ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തത് വായിച്ചു കേൾപ്പിച്ച യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം ആദ്യത്തെ 8 വചനങ്ങളാണ്. പല ആവർത്തി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വേദപുസ്തകത്തിലെ ഒരു ഭാഗം. യെശയ്യാവ് എന്ന പ്രവാചകന് ഒരു പ്രത്യേക ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാവിന് നിയോഗം ലഭിക്കുന്ന കാലഘട്ടത്തെ വേദപുസ്തകം എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉസ്സിയാവ് രാജാവ് എന്ന അതിശക്തനായ ദൈവജനത്തിൻ്റെ രാജാവ് തിരോധാനം സംഭവിച്ച മരണപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിൽ ഒരു പുതിയ നിയോഗം ദൈവത്തിൻ്റെ പ്രവാചകന് കർത്താവ് നൽകുന്നു. ഉസ്സിയാവ് രാജാവ് ആരാണ്? 16-ാമത്തെ വയസ്സിൽ രാജാവായി അഭിഷിക്തനായി 52 വർഷം ദൈവജനത്തെ നയിച്ച അതിശക്തനായ ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കലി, മിലിറ്ററിലി ആൻഡ് സോഷ്യലി ഒരുപാട് വികാസങ്ങൾ ആ രാഷ്ട്രത്തിന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിശക്തനായ പ്രബലനായൊരു നേതാവാണ്. ഒരു ദിവസം ബുധനാഴ്ച ആരാധനയിൽ ഉസ്സിയാവ് രാജാവിനെ കുറിച്ച് നമ്മളിങ്ങനെ സവിസ്തരമായി ചിന്തിച്ചു. ഞാനതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് പറയുന്നുണ്ട്. ഉസ്സിയാവ് അതിശക്തനും ബലവാനുമായി മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിഗളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഉസ്സിയാവ് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിഗളം കൊണ്ട് നിറഞ്ഞു. കാര്യം 3 ലക്ഷത്തിലധികം വരുന്നൊരു സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശത്രു രാജ്യങ്ങൾ പോലും ഉസ്സിയാവിനെ അംഗീകരിച്ചിരുന്നു. എല്ലാവരും ആദരവോടെ കണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉസ്സിയാവ്. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ രാജാവാവുകയും 52 വർഷം ഭരിക്കുകയും ചെയ്തപ്പോൾ ഉസ്സിയാവിൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത ഇങ്ങനെയാണ്: രാഷ്ട്രം മുഴുവനും എൻ്റെ കാൽ കീഴാണ്, ലോകരാജ്യങ്ങളിൽ സമാദരണീയനായൊരു നേതാവാണ് ഞാൻ പള്ളിക്കകത്ത് പോകുമ്പോൾ എന്തിനാണ് ഒരു പുരോഹിതന് കീഴ്പ്പെട്ട് ഇരിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ നിഗളം. എല്ലാവരും എൻ്റെ കാൽ കീഴാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ എന്തിനാണ് ഞാനൊരു പുരോഹിതന് കീഴ്പ്പെട്ടിരിക്കുന്നത്? അത്രയും നിഗളത്തോടെ ആരാധനയ്ക്ക് പള്ളിയിൽ വന്ന ഉസ്സിയാവ് പുരോഹിതന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു ശുശ്രൂഷയാണ് ധൂപാർപ്പണത്തിൻ്റെ ശുശ്രൂഷ. ഒരു പുരോഹിതൻ ധൂപാർപ്പണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ഉസ്സിയാവ് അഹന്തയോടെ ദൈവാലയത്തിൽ കടന്നു വന്ന് പുരോഹിതൻ്റെ കയ്യിലുള്ള ധൂപകലശമെടുത്ത് ആ ശുശ്രൂഷ താൻ തന്നെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ദൈവാലയത്തിൽ 80 പുരോഹിതന്മാർ സന്നിഹിതരായിരുന്നു. ഈ 80 പുരോഹിതന്മാരും ഉസ്സിയാവിനോട് പറഞ്ഞു, അരുതേ, നീ ചെയ്യുന്നത് തെറ്റാണ്. ഈ ശുശ്രൂഷ അഭിഷിക്തന്മാർ ചെയ്യേണ്ടതാണ്. അഭിഷിക്തന്മാർ ചെയ്യേണ്ട ഈ ശുശ്രൂഷ രാജാവായ നീ ചെയ്യരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അഹന്ത തലയ്ക്ക് പിടിച്ച ഉസ്സിയാവ് ധൂപാർപ്പണത്തിൻ്റെ ശുശ്രൂഷ സ്വയം ചെയ്യാൻ ഒരുങ്ങവേ ബൈബിൾ പറയുന്നു, ആ നിമിഷം ഉസ്സിയാവിൻ്റെ ശരീരത്തിൽ കുഷ്ഠം ബാധിച്ചു എന്നാണ്. അങ്ങനെ ലെപ്പറായി, ഒരു കുഷ്ഠരോഗിയായി അദ്ദേഹം മരിക്കുകയാണ്. ആകസ്മികമായി ഒരു തിരോധാനമാണ് ഉസ്സിയാവിന് സംഭവിച്ചത്. ഒരു രാജാവ് മരിക്കുമ്പോൾ എന്താണ് സാധാരണ സംഭവിക്കുക? പ്രത്യേകിച്ചും ഇസ്രായേലിയ പശ്ചാത്തലത്തിൽ ഒരു രാജാവ് മരിക്കുമ്പോൾ ആ നാട്ടിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും. കാര്യം, അടുത്ത അധികാര കൈമാറ്റം ആർക്കാണ് എന്നുള്ളതിൽ പറ്റി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജാവിൻ്റെ വീട്ടിനകത്തു തന്നെ അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളുണ്ടാകും. ദാവീദിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായി. ദാവീദിൻ്റെ കാലശേഷം അബ്ശലോമാണോ രാജാവാകേണ്ടത് അതോ ശലോമോനാണോ രാജാവാകേണ്ടത് എന്ന് പറഞ്ഞ് തർക്കമുണ്ടാകുന്നു. അവർ തമ്മിൽ യുദ്ധം വരെ ഉണ്ടായി. ഒരു രാജാവ് മരണപ്പെടുമ്പോൾ അടുത്ത ആരാണ് ഈ രാജസ്ഥാനത്തേക്ക് വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണഗതിയിൽ തർക്കവും അധികാര വടംവലികളും അതിനകത്ത് തന്നെ ഉണ്ടാകാം. വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ടാകാം. സാധാരണക്കാർക്കിടയിലാണെങ്കിലോ പുതിയ നേതാവ് സാധാരണക്കാർക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന ആശങ്കകൾ ഉണ്ടാകാം. അങ്ങനെ ഒരു രാജാവ് മരണപ്പെടുമ്പോൾ
ഒരുപാട് ആശങ്കകളിലൂടെ ആ രാഷ്ട്രം കടന്നു പോകും. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കെ വളരെയധികം ആശങ്കകളിലൂടെ യഹൂദ കടന്നു പോകുമ്പോൾ അവരുടെ നേതാവ് മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ യെശയ്യാവ് ദൈവാലയത്തിൽ പോകുമ്പോൾ കണ്ടത് യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ രാഷ്ട്രത്തിലെ രാജാവ് മരണപ്പെട്ടേക്കാം, എന്നാൽ നിത്യരാജാവ് സിംഹാസനത്തിൽ തന്നെയുണ്ട് എന്ന ബോധ്യവും ഉറപ്പുമാണ് ദൈവം ഈ ദർശനത്തിലൂടെ പ്രവാചകന് നൽകുന്നത്. രാജ്യങ്ങൾ വിറയ്ക്കും, ആധിപത്യങ്ങൾ ഇളകും, എന്നാൽ സ്വർഗത്തിലെ സിംഹാസനം ഒരിക്കലും ഇളകുകയില്ല. ഗോഡ്സ് ഗ്ലോറി ഈസ് അൺഷേക്കൺ. ദൈവത്തിൻ്റെ മഹത്വം ഇളകാതെ എന്നേക്കും നിൽക്കും എന്നുള്ള വലിയ സന്ദേശം ഈ ദർശനത്തിലൂടെ കർത്താവ് നൽകുന്നു. പ്രിയമുള്ളവരെ, ഓരോ സന്ദർഭത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിചാരം അതാണ്. ഈ ഭൂമിയിൽ ഇളക്കങ്ങൾ ഉണ്ടാകും, ഭൂമിയിൽ ഉണ്ടാകും, ചരിത്രത്തിൽ അപജയങ്ങൾ ഉണ്ടാകും, മാനുഷികമായി ഒരുപാട് വീഴ്ചകളുണ്ടാകും. എന്നാൽ ദൈവമഹത്വത്തിന് കുറവോ ഇളക്കമോ നഷ്ടമോ സംഭവിക്കുന്നില്ല. ഇതാണ് ഈ ഭാഗം നൽകുന്ന ഒരു സുവിശേഷം. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇളക്കം സംഭവിക്കുന്നില്ല. ഇവിടെ എല്ലാം ഇളകും, അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഒരു നേതാവ് പോകും, അടുത്ത നേതാവ് ഇടിച്ചു കയറാൻ വേണ്ടി നിൽക്കും, സാഹചര്യങ്ങൾ കലുഷിതമാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വത്തിന് ഇളക്കം സംഭവിക്കുന്നില്ല. ഇതാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം. മനുഷ്യൻ്റെ മറുതലിപ്പിനും മനുഷ്യൻ്റെ വീഴ്ചയ്ക്കും മധ്യേ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതായി വേദപുസ്തകത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം, നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്ന് സംഖ്യാപുസ്തകം 14 അധ്യായം ഒന്ന് ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ്. അവിടെ അനിതര സാധാരണമായൊരു സംഭവം അരങ്ങേറുന്നുണ്ട്. ഇസ്രായേൽ ഒന്നടങ്കം പറയുന്നു, മോശയും അഹ്റോനും ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇവരുടെ നേതൃത്വം പാഴും ശൂന്യവുമാണ്. കാര്യം, ഇവർ വർഷങ്ങൾ കൊണ്ട് ഒരു ജനതയെ നയിച്ചിട്ടും ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയില്ല. ഇത്രയും മരുഭൂമിയുടെ കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടും ഞങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് മോശയ്ക്കും അഹ്റോനും എതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത ഒന്നടങ്കം സംസാരിക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ മറുതലിപ്പിൻ്റെ ഈ സ്വരം കേട്ടപ്പോൾ യോശുവ വസ്ത്രം കീറി, കാലേബ് വസ്ത്രം കീറി. അയ്യോ, നിങ്ങൾ അങ്ങനെ പറയരുതേ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കെതിരെ നിങ്ങൾ അങ്ങനെ പറയരുതേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. ജനം അടങ്ങിയില്ല. എന്ന് മാത്രമല്ല, ഈ ജനം പറഞ്ഞു, മോശയ്ക്കും അഹ്റോനും പകരം മറ്റൊരു നേതാവിനെ കണ്ടെത്തിയിട്ട് നമുക്ക് തിരികെ മിസ്രൈമിലേക്ക് പോകാം. നോക്കണേ, അവരങ്ങനെ പറഞ്ഞു. മോശയ്ക്കും അഹ്റോനുമെതിരെ നമുക്ക് മറ്റൊരു നേതാവിനെ കണ്ടെത്തിയിട്ട് നമുക്ക് തിരികെ മിസ്രൈമിലേക്ക് പോകാം. മോശയും അഹ്റോനും കവിണ്ണ് വീണ് ദൈവത്തോട് മത്സരിക്കരുതേ എന്ന് പറഞ്ഞു. യോശുവയും കാലേബും വസ്ത്രം കീറി. ഇതൊക്കെ പറഞ്ഞപ്പോൾ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവർ മോശയും അഹ്റോനെയും കാലേബിനെയും യോശുവയും കൊല്ലാനായിട്ട് കല്ലെറിയുവാനായി തുനിഞ്ഞു. നോക്കണേ, ഇസ്രായേൽ ജനതയെ നയിച്ച അഭിഷിക്തന്മാരെ ആ ജനം കൊല്ലാനായിട്ട് കല്ലെറിയാൻ വേണ്ടി തുനിഞ്ഞു, കല്ലെടുകളെടുത്തു. ആ സമയത്ത് സംഖ്യ 14:10 യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുകെ പ്രത്യക്ഷമായി. ഹല്ലേലൂയ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ കാണുകെ പ്രത്യക്ഷമായി. മോശ ഒടുവിൽ ഈ ജനത്തിന് വേണ്ടി കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഈ ജനത്തോട് ക്ഷമിക്കണമേ. കൊല്ലാനായിട്ട് നിന്നവരാണ് കേട്ടോ. പക്ഷെ മോശ പറയുകയാണ്, ഈ ജനത്തോട് ക്ഷമിക്കണമേ. അവരുടെ അവിവേകം കാരണം മറുതലിപ്പിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു, നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ദൈവ തേജസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പ്രശ്നത്തിന് അവിടെ പരിഹാരമായി. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും കർത്താവിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയുന്നതിൻ്റെ പേരാണ് ആരാധന. അതാണ് ആരാധന. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ കഴിയുന്ന കഴിവിൻ്റെ പേരാണ്, മനോഭാവത്തിൻ്റെ പേരാണ്, ആ വിശ്വാസത്തിൻ്റെ പേരാണ് വർഷിപ്പ്. അതാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനകൾ മുടക്കമില്ലാതെ നടക്കട്ടെ. ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ
മുഴുവനും അസ്വസ്ഥപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ ജനം കടന്നുപോയപ്പോൾ, പ്രതീക്ഷാനിർഭരമായ സംഗതികൾക്കിളക്കം സംഭവിച്ചപ്പോൾ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ യെശയ്യാവ് ദൈവത്തെ കണ്ടുവെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും കൊച്ചു കൊച്ചു പ്രതിസന്ധികളുടെ മധ്യത്തിലും ഇളകാത്ത ദൈവമഹത്വത്തെ കാണാൻ കഴിയുന്ന കഴിവിൻ്റെ പേരാണ് ആരാധന. ആരാധന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ, നമുക്കറിയാമല്ലോ, ഈ ആരാണ് ആരാധിക്കാൻ വേണ്ടി വരുന്നത്? ആരാണ് ആരാധിക്കാൻ വേണ്ടി വരുന്നത്? മറ്റെന്തിനേക്കാളും ദൈവത്തിന് ഒരു സ്ഥാനമുണ്ട് എന്ന് അവബോധമുള്ളവർ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. മറ്റെന്തിനേക്കാളും ദൈവത്തിന് പ്രഥമമായൊരു സ്ഥാനമുണ്ട് എന്ന് ജീവിതത്തിൽ അവബോധമുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും നിങ്ങൾ മറക്കരുത്, പലപ്പോഴും ഈ ഭയം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഒരു ടൂളാണ്. നമ്മളെ കീഴ്പ്പെടുത്താൻ, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ നിരാശപ്പെടുത്താൻ, ആകുലചിത്തരാക്കാൻ, തളർത്താൻ സാത്താൻ കൊണ്ടുവരുന്നൊരു ടൂളാണ് പലപ്പോഴും ഭയം. അതുകൊണ്ട് ബൈബിളിൽ 365 പ്രാവശ്യം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. എല്ലാ ദിവസവും ഉണ്ടാവും വാഗ്ദത്തം. എവറി ഡേ, എവറി മോർണിംഗ് ബൈബിൾ പറയുന്നു, ഭയപ്പെടേണ്ട. നിങ്ങൾ ആ കെണിയിൽ പെട്ടുപോകരുത്. ദൈവത്തിൻ്റെ മഹത്വം ഏത് പ്രതിസന്ധിയിലും കാണാൻ കഴിവുള്ളവർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. 2, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് 6:1 മുതൽ താഴോട്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് പറഞ്ഞു. സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവരിങ്ങനെ പ്രഖ്യാപിച്ചു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ വർണ്ണനയിൽ, ഈ ദർശനത്തിൽ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ദൈവം ഇങ്ങനെ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ, ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകണം. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവമഹത്വത്തിലേക്ക് നയിക്കാത്തതെന്തും സിന്നാണ്, എന്തും പാപമാണ്. ദൈവമഹത്വത്തിലേക്ക് നയിക്കാത്തതെന്തും അത് സിന്നാണ്, അത് പാപമാണ്. ഞാൻ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് കാരണമാകട്ടെ. അരുണച്ചൻ എന്നൊരാൾ ഇവിടെ വചനം പ്രഘോഷിക്കുന്നുവെങ്കിൽ അത് എൻ്റെ പേരെടുക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് എ സിൻ. ഈ വചന പ്രഘോഷണം പോലും ഒരു പാപമാണ്. ഓക്കെ, അത് ദൈവമഹത്വത്തിന് കാരണമാകണം. ഇവിടെ ഒരു സംഘം ആൾക്കാർ ഒത്തുകൂടി കർത്താവിന് വേണ്ടി പാടാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് അവരുടെ പെർഫോമൻസിന് വേണ്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിൻ. ഓക്കെ, അതാണ് എൻ്റെ രീതി. നമ്മൾ ചെയ്യുന്നത് ദൈവമഹത്വത്തിന് കാരണമാകണം. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ഈ ബോധ്യം വരാത്തതെന്തും പാപമാണ്. ആരാധന ഉണർത്തപ്പെടുന്നത് എന്തിനും ദൈവമഹത്വം വരട്ടെ, ദൈവമഹത്വം സംഭവിക്കട്ടെ എന്നുള്ള ബോധ്യമുള്ളവർക്കാണ്. 2, ആരാധനയുടെ രണ്ടാമത്തെ ഒരു കാര്യം എക്സ്പീരിയൻസിങ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക. അതൊരു 6th സെൻസാണ് കേട്ടോ. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു എന്നുള്ളതിലുപരിയായി ഒരു 6ാം അനുഭവമാണ് സാന്നിധ്യത്തെ അനുഭവിക്കുക. സാന്നിധ്യം അനുഭവിക്കണം. സാറാഫുകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് പറയുന്നത്. ഈ സാറാഫുകൾ ഒരു ഏഞ്ചൽസാണ്. അഗ്നിമയമായ മാലാഖമാർ എന്നാണ് സാറാഫുകളെ കുറിച്ച് പറയുന്നത്. സാറാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ടു ബേൺ, കത്തുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അഗ്നിമയമായ മാലാഖമാരെ പറയുന്ന പേരാണ് സാറാഫുകൾ. ഈ സാറാഫുകൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. എന്നിട്ട് 2 കൊണ്ട് അവർ മുഖം മൂടി. ആ ജസ്റ്റർ എന്താണ്? ഷോയിങ് റെവറൻസ്, ആദരവ് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ദൈവത്തോട് അവർ കാണിക്കുന്ന റെവറൻസ്, ആദരവും ഭക്തിയുമാണ്
ഈ രണ്ട് ചിറക് കൊണ്ട് അവർ മുഖം മൂടി എന്നുള്ളത്. ആ തേജസ്സിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ശ്രമിച്ചില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അക്സെപ്റ്റഡ്, അവർ ദൈവത്തിൻ്റെ അദൃശ്യതയെ സ്വീകരിച്ചു. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവ തേജസ് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതാണ് രണ്ടുകൊണ്ട് മുഖം മൂടുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട് കൊണ്ട് കാൽമൂടി, എ ജസ്റ്റർ ഓഫ് മോഡസ്റ്റി. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒതുക്കം, താഴ്മ, അതാണ് രണ്ട് കൊണ്ട് അവർ കാലുമൂടി എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും വന്നാൽ പോരാ, എങ്ങനെയെങ്കിലും ഇരുന്നാൽ പോരാ. ദൈവസന്നിധിയിൽ വരുന്നവർ ഒതുക്കത്തോടെ, വിനയത്തോടെ, താഴ്മയോടെ വരണം. കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുമ്പലത്തെ വർഷം അച്ഛന്മാരുടെ കോൺഫറൻസ് ഗോവയിൽ വെച്ചായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാനും പോയിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരു പള്ളി സന്ദർശിക്കാനിടയായി. ആ പള്ളിയുടെ ഫ്രണ്ടിലൊരു ബോർഡുണ്ട്, ഡ്രസ് മോഡസ്റ്റി. നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വരണം. ഗോവയുടെ ഒരു സാഹചര്യത്തിലാണ് എഴുതിയത്. പക്ഷെ അത് ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വന്നു, ആകർഷകമായി തോന്നി. ഇനി പള്ളിയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും പോയാൽ പോരാ, മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, താഴ്മയോടെ ആയിരിക്കണം, വിനയത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവാലയത്തിലേക്ക് വരേണ്ടത്. രണ്ട് കൊണ്ട് കാൽമൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൊണ്ട് കാൽമൂടി, വിനയത്തോടെ, താഴ്മയോടെ, ഒതുക്കത്തോടെ ദൈവാലയത്തിനുള്ളിൽ അവർ ആയിരുന്നു. 3 അവർ രണ്ട് കൊണ്ട് പറന്നു. എവർ റെഡി ഫോർ ആക്ഷൻ, an enthusiastic willingness to accept divine responsibilities. ദൈവം പറയുന്നത് എന്തും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. രണ്ട് കൊണ്ട് പറന്നുകൊണ്ടേയിരുന്നു. an enthusiastic willingness to accept divine responsibilities. ദൈവം തരുന്നത് എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധ്യത്തോടെ രണ്ട് കൊണ്ട് അവർ പറന്നു. അപ്പോൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? 1, നമ്മൾ ദൈവമഹത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. 2, നമ്മൾ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിലാണ്. 3, നമ്മൾ ആദരവോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു, ഭയത്തോടെ, വിറയലോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നു. 4, നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒതുക്കത്തോടും താഴ്മയോടുമായിരിക്കുന്നു. 5, കർത്താവ് പറയുന്നത് എന്തും സ്വീകരിക്കാൻ തയ്യാറോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇതാണ് ആരാധിക്കേണ്ടത് എങ്ങനെ എന്ന് ഈ ദർശനം നമ്മോട് പറഞ്ഞു തരുന്നത്. 3, ഈ ആരാധനയുടെ സവിശേഷമായ ഒരു കാര്യം, യെശയ്യാവ് 6:5. ഈ വലിയ ദർശനം, സിംഹാസനസ്ഥനായ ദൈവം, സാറാഫുകളുടെ പാട്ട്, രണ്ട് കൊണ്ട് മുഖം മൂടുകയും കാലുമൂടുകയും പറക്കുകയും ഒക്കെ ചെയ്യുന്ന അനിതര സാധാരണമായ തേജസ്സുള്ള ഈ ദർശനം യെശയ്യാവ് കാണുകയാണ്. കണ്ട ഉടനെ 5-ാമത്തെ വാക്യം, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവനാണ് ഞാൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു. ആലയം പുക കൊണ്ട് മൂടി എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ യെശയ്യാവ് കാണുന്നത് ഒരു പുകമറയ്ക്കുള്ളിലാണ്. ഒരു പുകമറയ്ക്കുള്ളിൽ യെശയ്യാവ് ദൈവമഹത്വത്തെ കാണുന്നു. ദൈവമഹത്വത്തെ കാണുമ്പോൾ സാധാരണയായി ഉണ്ടാകേണ്ട റെസ്പോൺസ് എങ്ങനെയാണ്? ഗോഡ്സ് ഗ്ലോറി. ദൈവമഹത്വത്തെ കാണുമ്പോൾ സാധാരണയായി ഉണ്ടാകേണ്ട റെസ്പോൺസ് എന്താണ്? ഹല്ലേലൂയ. അങ്ങനെയല്ലേ? ദൈവമഹത്വത്തെ കാണുമ്പോൾ സാധാരണയായി ഉണ്ടാകേണ്ട റെസ്പോൺസ്, ഓ ഗ്ലോറി, ഓ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം എന്നൊക്കെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ദൈവമഹത്വത്തെ കണ്ടപ്പോൾ യെശയ്യാവിനുണ്ടായ റെസ്പോൺസ് അയ്യോ എന്നാണ്. അയ്യോ എന്നാണ് യെശയ്യാവിനുണ്ടായ റെസ്പോൺസ്. എന്താണ്? ഓ, ഈ മഹത്വത്തിൻ്റെ മുൻപിൽ ഞാൻ എത്ര നിസ്സാരനാണ്. പ്രിയമുള്ളവരെ, ഈ ബോധ്യം നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഓരോ സന്ദർഭത്തിലും ആരാധനയ്ക്ക് വേണ്ടി മടങ്ങി വരുമ്പോൾ, ദൈവാലയത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നു ഈ ദൈവമഹത്വത്തിന് മുമ്പിൽ ഞാൻ എത്ര നിസ്സാരനാണ്, എൻ്റെ ജീവിതം എത്ര തുച്ഛമാണ്. ഇത് യെശയ്യാവിന് മാത്രം ഉണ്ടായ റെസ്പോൺസ് അല്ല. കർത്താവ് തിബരിയാസ് കടൽക്കരയിൽ പത്രോസിനെ അഭിമുഖീകരിക്കുമ്പോൾ വലത്തോട്ട് വല വീശാൻ പറയുന്നു. പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. ഈ പെരുത്ത മീൻകൂട്ടം കണ്ടിട്ട് പത്രോസ് പറയുകയാണ്, ഗെറ്റ് അവേ ഫ്രം മീ ലോർഡ്, എന്നെ വിട്ട് പോകണമേ, ഐ ആം എ സിൻഫുൾ മാൻ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഗെറ്റ് അവേ ഫ്രം മീ, എന്നെ വിട്ട് പോകണമേ.
എന്നെ വിട്ടു പോകണമേ. ദൈവമഹത്വത്തെ കണ്ടവരൊക്കെ അയ്യോ എന്ന് വിളിച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ടുണ്ട്. അയ്യോ എന്ന് വിളിച്ചിട്ടുണ്ട്. കാര്യം, ദൈവമേ, നിന്റെ മഹത്വത്തിന് മുമ്പിൽ ഞാൻ എത്ര നിസ്സാരമാണ്, എൻ്റെ ജീവിതം എത്ര തുച്ഛമാണ് എന്ന് തോന്നുന്ന സ്ഥലമാണ് ആരാധന. ഉസ്സിയാവിനത് തോന്നിയില്ല. ഉസ്സിയാവിന് എന്താ പറ്റിയത്? തൻ്റെ രാജാധികാരത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും തലയ്ക്കുമീതെ അഹന്തയായി പരിണമിച്ചപ്പോൾ ഉസ്സിയാവിന് തോന്നി, ഈ പള്ളി എത്ര നിസാരമാണ്, ആരാധന എത്ര നിസാരമാണ്, ആരാധനാ രീതികൾ എത്ര നിസാരമാണ് എന്ന് തോന്നി. അദ്ദേഹത്തിന് ദൈവാലയത്തിൽ വന്ന് ധൂപകലശം കയ്യിലെടുക്കാൻ വേണ്ടി അഹന്ത അദ്ദേഹത്തിൻ്റെ തലയിൽ മത്തായി മാറി. അത് ശാപത്തിനും നാശത്തിനും കാരണമായി മാറിയെന്നാണ്. നേരെ മറിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ എത്ര തുച്ഛമാണ്, എത്ര നിസാരമാണ് എന്ന് എനിക്ക് തന്നെ തോന്നുന്ന ഒരനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് 2000 വർഷം കൊണ്ട് അപ്പോസ്തലന്മാരെല്ലാം എഴുതിയ ആരാധനക്രമത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് ലോർഡ് ഹാവ് മെർസി കുറിയെ ലൈസോൺ എന്ന് നമ്മുടെ ഈസ്റ്റേൺ പാരമ്പര്യത്തിലുള്ളവർ പറയും. കർത്താവേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. അയ്യോ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു ജനത്തിൻ്റെ മധ്യേ ഞാൻ വസിക്കുന്നു. നമ്മൾ ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും രസകരമായൊരു വീക്ഷണം ഇതാണ്. ദൈവം വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ അനുതാപ പ്രാർത്ഥനകളാണ്. അത്രയും വേഗത്തിൽ കർത്താവ് ഒരു പ്രാർത്ഥനയ്ക്കും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവം വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ അനുതാപ പ്രാർത്ഥനകളാണ്. ഉദാഹരണം, ആദി മനുഷ്യരായ ആദാമും ഹവ്വയും അവർ അരുതാത്ത കനി കഴിച്ച് പാപികളായി തീർന്ന സമയത്ത് ആദാമും ഹവ്വയും പരസ്പരം പഴിചാരുന്നുണ്ട് എങ്കിലും അവർ അനുതാപത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ള ഒരു വലിയ വാഗ്ദത്തം ആദാമിൻ്റെയും ഹവ്വയുടെയും അനുതാപത്തിൽ കൊടുക്കുന്നതാണ്. 2, ദാവീദ് ഒരു വലിയ പാപം ചെയ്തു. ആ പാപം നാഥാൻ പ്രവാചകൻ ദാവീദിനെ ഉണർത്തുന്ന സമയത്ത് അനുതാപത്തിൻ്റെ വാക്കുകൾ ദാവീദ് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ തന്നെ കർത്താവ് ഒരു പരിഹാരം കൊടുക്കുന്നു. 3, പത്രോസ് കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞിട്ട് വളരെ കണ്ണുനീരോടെ തൻ്റെ പാപത്തെക്കുറിച്ച് പരിതപിച്ചപ്പോൾ ആ സ്പോട്ടിൽ കർത്താവ് പത്രോസിനൊരു വിടുതൽ കൊടുക്കുന്നു. ഒടുവിൽ പത്രോസ് വീണ്ടും പിഴച്ചപ്പോൾ വീണ്ടും അടുത്ത് പോയി കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. അനുതാപ പ്രാർത്ഥനകൾക്ക് കർത്താവ് വേഗത്തിൽ ഉത്തരം നൽകും. ഞാൻ പാപിയാണ്, എന്നിൽ കുറവുണ്ട്, കർത്താവെ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവ് വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യും. കാര്യം, വിനയമുള്ളവർക്കും താഴ്മയുള്ളവർക്കും മാത്രമേ അത് ഹൃദയനുറുക്കത്തോടെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലാതെ ഒരുതരം ആത്മീയ അഹങ്കാരമൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടല്ലോ. ഒരു ആത്മീയ അഹങ്കാരം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഉപവസിക്കുന്നു, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, സുവിശേഷം ചെയ്യുന്നു, പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, ഇങ്ങനെ ആത്മീയ അഹന്ത നമ്മളെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവെ കരുണ തോന്നുന്നു, ലോർഡ് ഹാവ് മേഴ്സി. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നു. 4, ആരാധനയുടെ 4ാമത്തെ അനുഭവം ശുദ്ധീകരണം. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളൊരു മനുഷ്യൻ എന്ന് യെശയ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പറയുമ്പോൾ സാറാഫുകളിൽ ഒരാൾ ആ മൊമെൻറ്റിൽ തന്നെ അൾത്താരയിൽ ചെന്ന് ഒരു കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് ശുദ്ധിയില്ലാത്ത അധരങ്ങൾ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ആ അധരങ്ങളെ തൊടിയിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് സ്പർശിച്ചത് ഹേതുവായി നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പുതിയ നിയമ ആരാധന രീതി ഏതാണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ദൈവാലയത്തിൽ വന്ന് ആരാധിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ അധരങ്ങളെ തൊട്ട, ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ദൈവം നിങ്ങളുടെ അധരങ്ങളെ തൊട്ട, ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ട, ദൈവം നിങ്ങളുടെ ശരീരത്തെ തൊട്ട, ദൈവം നിങ്ങളെ ശുദ്ധിയാക്കുന്ന ഒരു പുതിയ നിയമാനുഭവം
ഏതെങ്കിലും ആരാധനയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആ അനുഭവത്തിൻ്റെ പേരാണ് തിരുവത്താഴം. ആ അനുഭവത്തിൻ്റെ പേരാണ് തിരുവത്താഴം. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള പാപിയായ മനുഷ്യനെന്ന് ദൈവസന്നിധിയിൽ മാപ്പോടെ പ്രാർത്ഥിച്ചപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ വന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് യെശയ്യാവിൻ്റെ അധരങ്ങളിൽ തൊടുവിച്ചുവെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഇത് പുതിയ നിയമത്തിനുള്ള രക്തമാണ് എന്ന് പുരോഹിതൻ വീഞ്ഞിനെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും ഇത് ജീവൻ്റെ അപ്പമാണെന്ന് അപ്പത്തെ വാഴ്ത്തുകയും ചെയ്യുമ്പോൾ, അതും നിങ്ങളുടെ അധരങ്ങളിലും നിങ്ങളുടെ നാവിലും തൊടുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ അനുഭവമല്ലാതെ മറ്റെന്താണ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കുണ്ടാവുക? അതുകൊണ്ട് ഇവിടെയും അൾത്താരയിൽ നിന്നൊരു തീക്കനലാണ് യെശയ്യാവിൻ്റെ നാവിൽ തൊടുവിക്കുന്നത്. തിരുവത്താഴത്തിലും സംഭവിക്കുന്ന മറ്റൊന്നല്ല. അൾത്താരയിൽ പങ്കിടുന്ന, അൾത്താരയിൽ വാഴ്ത്തുന്ന ദൈവത്തിൻ്റെ തീ നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളെ തൊടുന്ന ഒരു അനുഭവത്തിൻ്റെ പേര് തന്നെയാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ഈ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഏറ്റവും ഒടുവിലായി ആരാധനയിൽ സംഭവിക്കേണ്ട അഞ്ചാമത്തെ കാര്യം സമർപ്പണത്തിൻ്റെ ഒരു അനുഭവമാണ്. യെശയ്യാവിനോട് ഉയർത്തപ്പെടുന്നൊരു ചോദ്യമുണ്ട്. ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് എനിക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഒട്ടും അമാന്തിക്കാതെ യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. അടിയനിതാ, അടിയനെ അയക്കണമേ. ഇതാ ഞാൻ. ഇതാണ് സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ തലം. ഞാൻ മുമ്പൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ എന്ന് പറയുന്നത് നമ്മൾ കൈ ഇങ്ങനെ രണ്ടും വിരിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ജസ്റ്ററാണ്. അത് കുരിശാണ് അല്ലേ? അത് കുരിശാണ്. ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. മോസ്റ്റ് എക്സ്റ്റൻഡഡ്. എൻ്റെ കൈ ഇങ്ങനെ വലിച്ചു നീട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷെയ്പ്പാണ് കുരിശ് എന്ന് പറയുന്നത്. ആർക്കെല്ലാം എവിടെയെല്ലാം ദൈവസന്നിധിയിൽ ഇങ്ങനെ തങ്ങളെ തന്നെ വലിച്ചു നീട്ടിപ്പിടിച്ചിട്ട് ഇതാ എടുത്തോ, ഇതാ ഞാൻ എന്ന് പറയാൻ കഴിയുന്നു? പ്രിയമുള്ളവരെ, അങ്ങനെ സമർപ്പണത്തിൻ്റെ ഒരു നേർത്ത കണിക പോലുമില്ലാത്ത ആരാധന എത്ര വ്യർത്ഥമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാമോ, കർത്താവേ എന്നെ എടുത്തോളൂ, എൻ്റെ കരങ്ങൾ നിനക്കരുതാത്തത് ഇനിമേൽ ചെയ്യത്തില്ല, എൻ്റെ കണ്ണുകൾ നിനക്കരുതാത്തത് ഇനിമേൽ കാണുകയില്ല, എൻ്റെ പാദങ്ങളിലൂടെ നിനക്കരുതാത്ത ഇടങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കുകയില്ല? പറയാമോ? നമുക്ക് പറയാൻ പറ്റുമോ? ദൈവസന്നിധിയിൽ ഇതാ ഞാൻ, അടിയനിതാ, എന്നെ മുഴുവനായി എടുത്തോളൂ, നിനക്ക് പ്രയോജനമുള്ള പാത്രമാക്കി മാറ്റിക്കോളൂ, നീ എന്താണോ എന്നിൽ ആഗ്രഹിക്കുന്നത് അത് എന്നിൽ നടക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന സമർപ്പണത്തിൻ്റെ ഒരനുഭവമില്ലാതെ നമ്മുടെ ആരാധനകൾ എത്ര ശൂന്യമാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഓരോ സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റോടെ മടങ്ങുവാൻ, ഒരു സമർപ്പണത്തോടെ മടങ്ങുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സമർപ്പണത്തിൻ്റെ ദൈർഘ്യങ്ങളും കൂടട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാനും ഈ ലോകത്തിന് അനുരൂപരാകാതെ വിശുദ്ധിയോടും സമർപ്പണത്തോടും ജീവിക്കാനുള്ള ആത്മാർപ്പണങ്ങൾ നമ്മിലുണ്ടാകുവാൻ ഓരോ ആരാധനയും പ്രേരകമായി മാറട്ടെ. ആരാധന കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കാര്യം അത് ആരാധന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ പേരാണ് ആരാധന. ഇന്ന് നിങ്ങൾ ഈ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ആരാധിക്കുന്നുവെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ കഴിവും മേന്മയും മിടുക്കുമല്ല. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിങ്ങളിവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയിൽ കർത്താവ് നിങ്ങളിവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ, ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ, പറയാൻ, കാണിക്കാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു അനുഭവത്തിൻ്റെ പേരാണ് ആരാധന. ലവ് നീഡ് ടു ബി എക്സ്പ്രസ് എന്ന് പറയാറുണ്ട്. സ്നേഹം കാണിക്കാനുള്ളതാണ്, മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. അത് ഭാര്യയും ഭർത്താവും ആയാലും അപ്പനും അമ്മയും മക്കളും ആയാലും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഒരു പരിധിവരെ സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി
കർത്താവിനെ മനസ്സോടെ ആരാധിക്കാൻ പള്ളിയിൽ വരിക, സമയം കണ്ടെത്തുക, ഏകാഗ്രതയോടെ ഇവിടെ ഇരിക്കുക, എൻ്റെ ജീവിതത്തെ ദൈവനാമഹത്വത്തിനായി സമർപ്പിക്കുക. അതാണ് നമുക്ക് ദൈവത്തോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.